പകൽ ഒരുമിച്ച് ദൈവവചനത്തിൽ ധ്യാനിപ്പായിട്ട് റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം. Romans 16 and verse 20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. And the God of peace shall bruise Satan under your feet shortly. The grace of our Lord Jesus Christ be with you. Amen. ദൈവവചനത്തിൽ ഇവിടെ ഇരിക്കുന്നു സമാധാനത്തിന്റെ ദൈവമോ. The word of God says, and the God of peace. ഇവിടെ ദൈവത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് സമാധാനത്തിന്റെ ദൈവം. Here God is addressed as the God of peace. എന്നാൽ ആ ദൈവിക സമാധാനം നമ്മളിൽ ആ സമാധാനമായി മാറണമെങ്കിൽ നമ്മൾ നിശ്ചയിക്കുന്ന സമാധാനത്തോടെ ജീവിക്കണോ വേണ്ടയോ? But if that peace has to come into our lives, we are the ones who decide whether that peace should really reign in our lives. സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു. സമാധാനത്തിന്റെ ദൈവം അവൻ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. Here it talks about the God of peace as a God who will bruise Satan under your feet shortly. ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. God is the God of peace. യേശുവിനെ കുറിച്ച്, യേശുവിന്റെ പേര് പറയുന്നിടത്ത് തന്നെ സമാധാനത്തിന്റെ പ്രഭു എന്ന യേശുവിനെ കുറിച്ച് പറയുന്നത്. In fact, God is addressed as the Prince of Peace. സമാധാനത്തിന്റെ ദൈവം സമാധാനം നൽകുന്നു എന്ന് പറയുകയും എന്നാൽ ഇവിടെ പറയുന്നു സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. Here it talks about God giving us peace, and it also talks about God bruising Satan under your feet. അപ്പോൾ സമാധാനത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തോ ഒന്നുണ്ട്, അതിനെയാണ് നിങ്ങളുടെ കാൽ കീഴിൽ ദൈവം ചതച്ചു കളയുന്നത്. Which means whatever is an obstruction to peace is what God will bruise under your feet. ദൈവമക്കൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാതെ വണ്ണം പിശാച് കൊണ്ടുവരുന്ന എല്ലാ പ്രതികൂലങ്ങളുടെ മേലും ആമേൻ ദൈവനാമത്തിൽ നമുക്ക് ജയമുണ്ട്. Over every hurdle, every obstacle that Satan brings against our peace, in the name of Jesus we have victory over it. നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയുമെന്ന് എഴുതിയിരിക്കുന്നത്. It says that he will bruise them under your feet. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. When we read Luke chapter 10 and verse 19, behold, I give to you power to tread on serpents and scorpions and over all the power of the enemy, and nothing shall by any means hurt you. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. ഇവിടെ യേശുക്രിസ്തു ഒരു കൂട്ടം ആളുകളോട് പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. Here Jesus Christ is talking to a group of people, and he says that I give you power to tread on serpents and scorpions and over all the power of the enemy. യേശുക്രിസ്തു 70 പേരെ അയച്ചു. Jesus sent 70 people. ആ 70 പേരുടെ ഉദ്യോഗം ഇതായിരുന്നു, യേശു പോകാനിരിക്കുന്ന പട്ടണങ്ങളിൽ നേരത്തെ പോകാം. And their job was to go before Jesus into the places that Jesus was going to go. യേശുക്രിസ്തു പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മുൻപേ പോകുകയും കാര്യങ്ങളെ ക്രമീകരിക്കുകയും ചെയ്യാനായിട്ട് അയക്കപ്പെട്ടവരാണ് 70 പേര്. These 70 people who had the job of going to the cities that Jesus was about to visit and to prepare the way for him. യേശു ഇതുവരെ അവിടെ പോയിട്ടില്ല. Jesus hadn't gone there. അവിടെ യേശുക്രിസ്തുവിനെ അവിടെ ഉള്ളവർക്ക് നന്നായിട്ട് അറിയാമോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയത്തില്ല. And they didn't really know whether they knew Jesus very well or not. എന്നാൽ ഇതൊന്നും അറിയാത്ത സ്ഥലത്ത് 70 പേരോട് കർത്താവ് പറഞ്ഞു നിങ്ങൾ പോകാം. And unto a place like that Jesus tells 70 people to go. അവർ സന്തോഷത്തോടെ പോയി. And they went gladly. അവർ ധൈര്യത്തോടെ പോയി. They went courageously. അവർ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് പോയി. They went in obedience. അവർ കർത്താവിന്റെ ശബ്ദത്തെ അനുസരിച്ച് അവർ ചെന്നപ്പോൾ when they heard and they obeyed the voice of God, അവർ വലിയ സന്തോഷത്തോടെ മടങ്ങി വന്നു. they came back rejoicing. അവർ വന്ന് പറഞ്ഞ കാര്യം ഇതാണ്, this is what they came back കർത്താവേ and നിന്റെ said, നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. Jesus, in your name the devil is being subdued under us. അപ്പോൾ യേശു പറഞ്ഞ കാര്യമാണ്, സാത്താൻ മിന്നൽ പിണർ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. And then Jesus says that I saw Satan falling like a lightning downwards. അതിനുശേഷമാണ് യേശു പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. And after that he says, I give you power to tread on serpents and scorpions and over all the power of the enemy. ഇവിടെ ആരോടാണ് ദൈവം സംസാരിക്കുന്നത്? Who is Jesus speaking to? ആരോടാണ് യേശു സംസാരിക്കുന്നത്? Who is Jesus speaking to? യേശു പറയുന്നത് 70 പേരോടാണ്. He is speaking to 70 ആ people. 70 പേരുടെ പ്രത്യേകത ഇതാണ്. And this is their speciality. യേശു പോകാൻ
പോകാനിരിക്കുന്ന ദേശത്തേക്ക് unto a place that Jesus was about to go, യേശു പറഞ്ഞതനുസരിച്ച് in obedience to Jesus, നന്മ തിന്മകളെ നോക്കാതെ പുറപ്പെട്ടു പോയി. not counting the cost, they left. അവർ കർത്താവിന്റെ ശബ്ദത്തെ കേട്ടു. They heard the voice of God. വേറൊന്നും അവർ ചിന്തിച്ചില്ല. They didn't think. കർത്താവ് പറഞ്ഞു അനുസരിച്ചു. God, Jesus said, and they obeyed. കർത്താവ് പോകാൻ പറഞ്ഞു പോയി. Jesus said, go, and they went. കർത്താവ് പ്രസംഗിക്കാൻ പറഞ്ഞു പ്രസംഗിച്ചു. Jesus said, go and preach, and they കർത്താവ് preached. ഭൂതങ്ങളെ പുറത്താക്കാൻ പറഞ്ഞു ഭൂതങ്ങളെ പുറത്താക്കി. Jesus said, go and cast out demons, അവര് and they did അവരെ that. ആ പട്ടണത്തിലേക്ക് മാത്രമാണ് ദൈവം അയച്ചത്. Jesus had sent them only to that city. എന്നാൽ അവിടെ അനുസരണത്തോടെ അവർ പോയപ്പോ But when they went there obediently, അല്പത്തിൽ അനുസരണമുള്ളവരായിരുന്ന അവരെ, when they obeyed this in the small things, അല്പത്തിൽ വിശ്വസ്തരായിരുന്ന അവരെ, when they were faithful in the small things, അല്പകാര്യത്തിൽ ദൈവത്തെ മാനിച്ച അവരെ, when they honored God in the small things, യേശു പറയുന്നു നിങ്ങളുടെ മേൽ ഞാൻ ഒരു അധികാരം പകരുകയാണ്. and Jesus says, upon you will I give the power. നിങ്ങളുടെ മേൽ ഞാൻ ഒരു അധികാരം I പകരുകയാണ്. will give you a power. ഇന്ന് ദൈവമക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, Today, my beloved, I want you to know something. കർത്താവിന്റെ ശബ്ദം കേട്ടാണ് നിങ്ങൾ ഞാൻ നിൽക്കുന്നതെങ്കിൽ, If you and I have obeyed the voice of God, നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ഔദാര്യമല്ല. what is over us is not just a free gift. നമ്മുടെ മേൽ വ്യാപരിക്കുന്നത് ദാനധർമ്മങ്ങളല്ല. What is over us is not just a gift. നമ്മളിൽ വ്യാപരിക്കുന്ന അധികാരമാണ്. What is over us and what works in us is power. അതുകൊണ്ട് ഹല്ലേലൂയ, കർത്താവിന്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, The word of God says, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. whosoever received him and who believed in him, to them God gave the authority to be called children of God. അവനെ കൈക്കൊണ്ട, Those who received him, അവൻ ആരാണെന്നുള്ളത് അറിഞ്ഞ് സ്വീകരിച്ച്, if they understood who God is and if they received അവന്റെ him, നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, and to those who believed in his name, അവർക്ക് ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. they were given the power to become children of God. മക്കളാക്കി എന്നല്ല പറയുന്നത്, He didn't say they were made children, മക്കളാകാനുള്ള അധികാരം കൊടുത്തു. but it says they were given authority to become children. അഥവാ മക്കളാകാനായിട്ട് Or else, in order to become children, യേശുവിന്റെ വാക്കുകൊണ്ടല്ല മക്കളാകുന്നത്, it is not by the word of Jesus, യേശു തന്ന അധികാരത്തെ ഉപയോഗിക്കുമ്പോഴാണ് മക്കളാകുന്നത്. but it is when we exercise the power that is given unto us that we become children. മക്കളുടെ പ്രത്യേകത എന്താണ്? What is the speciality of children? പിതാവിന്റെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, പിതാവിന്റെ ഇൻഹെറിറ്റൻസ്, പിതാവിന്റെ അവകാശത്തെ വാഴുക. The speciality of children is that they will reign over the inheritance of the Father. പിതാവായ യേശു നമ്മൾ അയച്ചപ്പോ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് ഞാൻ അധികാരം തരുന്നു. When Jesus sent these people, he says, I give you authority. നമ്മുടെ ഉള്ളിൽ ഈ അധികാരത്തെ കുറിച്ചൊരു ബോധ്യം വേണം. We have to understand the authority that is in us. പാമ്പുകളും തേളുകളും ശത്രുവിനെ സകല ബലവും നമ്മുടെ അധികാരത്തിന്റെ കീഴിലാണ്. Serpents, scorpions, and every power of the enemy is under our authority. യേശു പറഞ്ഞത് പോയ 70 പേരോടാണ്. Jesus spoke to the 70 people who left. ആരംഭത്തിലെ പ്രതികൂലങ്ങളെ ഫേസ് ചെയ്തവരോടാണ്. These are the people who faced trouble in the initial days. ഇവിടെ ഈ പോയ പട്ടണങ്ങളിൽ ആരും ഇതുവരെ യേശുവിന്റെ നാമവും കൊണ്ട് പോയിട്ടില്ല. Unto these cities, no one had ever gone with the name of Jesus. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ളവർ പോകുന്നത്. This is the first time that something like this is happening. യേശുവിന് വഴിയൊരുക്കുകയാണത്. They are preparing the way for Jesus. മുൻപേ പോകുന്നവർ, They're the ones who are going ahead. അവരുടെ പ്രതികൂലങ്ങളെ അവർ ചിന്തിച്ചില്ല. They didn't think about the hurdles. അവർക്ക് വരാൻ പോകുന്ന ഭാരങ്ങളെ കുറിച്ച് അവർ ചിന്തിച്ചില്ല. They didn't think about what they might face on the way. കർത്താവിനെ അവർ അനുസരിച്ചു. But they obeyed Jesus. കർത്താവിനെ അനുസരിച്ച് അവരുടെ ഉള്ളിലാണ് And unto those who obeyed Jesus, അധികാരം വ്യാപരിക്കാൻ തുടങ്ങിയത്. that the power started showing. അധികാരം വ്യാപരിക്കാൻ തുടങ്ങിയത്. The power started flowing. യോസേപ്പിനെ കുറിച്ച് നമ്മൾ കാണുന്നു. When we look at Joseph, യോസേപ്പ് തന്റെ ജീവിതത്തിൽ in the life of Joseph, ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് അവൻ ദൈവത്തിന്റെ നിയോഗം അനുസരിച്ച് അവൻ മിസ്രൈമിലേക്ക് പോയി. according to God's plan, he went to Egypt. മിസ്രൈമിലേക്ക് പോയവനായ യോസേപ്പിനെ, And this Joseph who was in Egypt, അവന്റെ ജീവിതത്തിൽ അത്ര സന്തോഷകരമായിരുന്നില്ല അവന്റെ ജീവിതത്തിലെ അവസ്ഥകൾ. his life wasn't great initially. സങ്കീർത്തനം 105 അതിന്റെ 18 19 വാക്യങ്ങളെ വായിക്കാം. Psalms 105, 18 and 19. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവന്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കൊടുക്കുകയും ചെയ്തു. Whose feet they hurt with fetters, he was laid in iron. Until the time that his word came, the word of the Lord tried him. അപ്പോൾ അവിടെ പറയുന്നു, ദൈവവചനം അവനെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ദൈവവചനം, the word of God, ദൈവവചനം അവനെ ശോധിച്ചുകൊണ്ടിരുന്നു. It says until the time of the Lord came,
the word of the Lord tried him. അപ്പൊ അവൻ ഈ സാഹചര്യങ്ങളിൽ കൂടെല്ലാം പോകുമ്പോ So when he's going through all these situations, ദൈവവചനം അവന് കിട്ടിയ പ്രോമിസ് അവനെ വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. the word kept on testing the promise that he had received. ആ വചനം ഇതാണ് ശ്രദ്ധിച്ചത്. And this is what that word ഇവൻ was. സാഹചര്യങ്ങളെ കണ്ട് നിരാശപ്പെടുന്നു. Whether this person, this Joseph, will look at his situations and be disappointed, ഇല്ല, കിട്ടിയ പ്രോമിസിന്റെ മേൽ നിലനിൽക്കുന്നു. or will we stand fast to the promise that he has received? യോസേഫിനെ കുറിച്ച് പറഞ്ഞു, വചനം അവനെ ശോധന ചെയ്തു. About Joseph it says that the word kept trying him. അരുളപ്പാട് അവനെ ശോധന ചെയ്തുകൊണ്ടിരുന്നു. For the vision kept trying him. അവന് സാഹചര്യങ്ങളിൽ അവൻ വീണുപോയില്ല. He did not fall into his situations. അവന് ദൈവം കൊടുത്ത പ്രോമിസിൽ അവൻ ഉറച്ചു നിന്നു. Because he stood firm in the promise that God had given him. നമുക്കെല്ലാവർക്കും പലർക്കും വാഹനമുള്ളവരാണ്. Many of us have vehicles. എല്ലാ വർഷവും നമ്മൾ അതിന്റെ രജിസ്ട്രേഷൻ പുതുക്കും. Every year we do the passing and the ആ registration. രജിസ്ട്രേഷൻ പുതുക്കുന്ന കൂടെ ഇൻഷുറൻസും നമ്മൾ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടിരിക്കും. And every year we do the insurance as well. ഇൻഷുറൻസിന് നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കും. We pay a premium for the insurance. ഉദാഹരണം പറഞ്ഞാൽ ഒരു 2000 dirhams. Say around 2000 ആ 2000 dirhams നമ്മൾ അത് അവിടെ പേ ചെയ്യുമ്പോൾ when we pay this 2000 അത് നമ്മുടെ വാഹനത്തിനും അവിടെ നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതിനെല്ലാം ഇൻഷുറൻസ് സംരക്ഷണം നൽകുകയാണ്. What insurance does is that it protects our vehicle as well as every other thing that is listed there. ആ നമ്മൾ കൊടുത്ത എമൗണ്ട് അവിടെ തന്നെ കിടക്കുക. The amount is there. അതൊന്നും അത് വർദ്ധിക്കുന്നില്ല. It is not increasing. അത് നമുക്ക് അതുപോലെ തിരിച്ചു കിട്ടുന്നില്ല. We are not getting it back. പണം അവിടെ തന്നെ കിടക്കുകയാണ്. The money is there. എന്നാൽ ആ പണം, But that money, എന്നാൽ ആ സംരക്ഷണം but that protection, എപ്പോഴാണോ നമ്മൾ ഒരു പ്രയാസത്തിൽ പെടുന്നത്, it is when we are in trouble. ആ സമയത്ത് നമ്മൾ അവിടെ കൊടുത്ത എമൗണ്ട് ചലിക്കാൻ തുടങ്ങും. And at that time the amount that we paid there will start having its effect. ആ എമൗണ്ടിന്റെ പ്രത്യേകത അതിന്റെ ലെവലിലല്ല നമുക്ക് തിരിച്ചു വരുന്നത്. And what is special here is that it is not the same amount that comes back. നമ്മൾ കൊടുത്തത് ഒരുപക്ഷെ 2000 dirhams ആയിരിക്കും. Probably we have paid just 2000 പക്ഷേ നമ്മുടെ ആവശ്യം എത്രയാണോ but whatever is our requirement, അത്രയും ഹല്ലേലൂയ നൽകുവാനായിട്ട് ഹല്ലേലൂയ അതിന് ബാധ്യതയുണ്ട്. but the contract says that whatever is the amount required for repair, that much has to come. അവിടെ നമ്മൾ കാണുന്നത് Here we see നമ്മൾ കൊടുത്ത എമൗണ്ടിന്റെ ഉയർച്ച താഴ്ചയല്ല കാണുന്നത്. it is not about how big or how small the amount has been. ആ എമൗണ്ട് നമ്മൾ കൊടുത്തപ്പോ But when we paid that amount, ആർക്കാണോ നമ്മൾ എമൗണ്ട് കൊടുത്തത് whoever we have paid ആ that amount, സ്ഥാപനം നമുക്കൊരു പ്രോമിസ് തന്നു. that insurance company has given us a നിന്റെ promise ഇന്നിന്ന കാര്യങ്ങൾ ഞങ്ങൾ പ്രൊട്ടക്ഷൻ തരാം. that we will take care of so and so നിന്റെ things. ഇന്നിന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ നിനക്ക് വേണ്ടി നിൽക്കാം. That if you face an accident, we will be there. അപ്പൊ നമ്മൾ കൊടുത്ത 2000-നൊത്തവണ്ണമല്ല നമ്മുടെ ആവശ്യങ്ങളിൽ ഇൻഷുറൻസ് ചലിക്കുന്നത്. So the insurance does not work exactly according to the ആ 2000 കമ്പനി തന്ന പ്രോമിസിനൊത്തവണ്ണമാണ്. but it is according to the contract that we signed. ഇന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊത്തവണ്ണമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. It is not according to our prayer that God wants, അവന്റെ ധനത്തിനൊത്തവണ്ണം, but according to His riches, അവന്റെ പ്രോമിസിനൊത്തവണ്ണം. according to His promise. നമ്മൾ കൊടുത്ത 2000 നമ്മുടെ വലുതല്ല. The 2000 dirhams is not important, നമ്മളും അതും തമ്മിലുള്ള ഉടമ്പടിയാണ് ഇവിടെ റീസൺ. but it is the contract that makes a difference. അതാണ് നമ്മുടെ സാഹചര്യത്തെ മാറ്റിമറിക്കുന്നത്. It is the contract that makes a difference. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന 2000 നമ്മൾ കൊടുത്തുള്ളൂ. Whatever 2000 we could give, we gave. എന്നാൽ നമ്മുടെ ആവശ്യങ്ങളിൽ മുഴുവൻ But all our requirements, നമ്മൾ എന്തൊക്കെ ആവശ്യപ്പെട്ടോ, whatever we required, നമ്മൾ എന്തൊക്കെ അർഹതപ്പെട്ടിട്ടുണ്ടോ, whatever was deserved, നമ്മൾ അത് മുഴുവൻ ആ കമ്പനി തിരിച്ചു തരും. all that contractually the company will give. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, Today, my beloved, നമ്മൾ മുടക്കിയ 2000 അല്ല, it's not about the 2000, പ്രോമിസ്, but it's about the contract. ഉടമ്പടി. It's a promise. ഇന്ന് ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയല്ല, It's not about your prayer, നിങ്ങളുടെ ഫാസ്റ്റിംഗ് അല്ല, not about your അവന്റെ fasting. പ്രോമിസ്, It is about the promise. അവന്റെ പ്രോമിസ്. പുത്രനോട് യേശു ചെയ്ത കവനന്റ്, It's the covenant. ആ ഉടമ്പടിയാണ് ചലിക്കുന്നത്. It's a covenant that നമ്മുടെ works. പ്രവൃത്തിയല്ല, It's not about your നമ്മുടെ works. ഓഫറിംഗ് അല്ല, It's not about your offering. അവന്റെ പ്രോമിസ്. It's about his ഇന്ന് നിന്റെ promise. ആവശ്യം എന്തുമായിക്കോട്ടെ, Whatever might be your നിന്റെ requirement, സാഹചര്യം എന്തുമായിക്കോട്ടെ, whatever might be your നിന്റെ situation, ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ, more than your നീ investment, മുടക്കിയ മുതലിനേക്കാൾ, more than what you've paid, നിന്റെ അധ്വാനത്തെക്കാൾ, more than what you worked നിന്റെ for, പ്രവൃത്തികളെക്കാൾ more than your works. അവന്റെ പ്രോമിസ്. It is His promise. അവൻ ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് വിശ്വസിക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ കൊത്തവണ്ണമല്ല, അവന്റെ പ്രോമിസ്
പ്രോമിസിനൊത്തവണ്ണം. Today, my beloved, I want you to believe this. It's not according to your works or anything that you've done, but it is according to the covenant, the promise that God has നമ്മൾ made. കൊടുത്ത 2000 അവിടെ ഒന്നുമല്ല. The 2,000 that you have paid is nothing. ആവശ്യം എത്ര ആണെങ്കിലും മൊത്തം അത് കവർ ചെയ്തിരിക്കും. Whatever is your requirement, മൊത്തം കവർ ചെയ്തിരിക്കും. this covenant will take care of it. അടുത്തിരിക്കുന്ന ആൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Tell the person next to you, do not worry about anything. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. Do not worry about anything. ഇവിടെ അവർ മുടക്കിയ പൈസ അല്ല ഇവിടെ ബാധിക്കുന്നത്. It's not about the money that you spent, A promise. but it's about the contract, the ഉടമ്പടി. promise, the covenant, ആ ഉടമ്പടി. the covenant. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, Today, my beloved, നിങ്ങളുടെ ഉയർച്ച താഴ്ചകളെ കാര്യമായിട്ട് എടുക്കണ്ട. don't worry about your heights or your depths. നിങ്ങളുടെ കഴിവുകളെ കഴിവില്ലായ്മയെ കാര്യമായിട്ട് എടുക്കണ്ട. Don't take your ability or inability as പ്രോമിസ്, seriously. വാഗ്ദത്തം നിൽക്കുക. But the covenant is വാഗ്ദത്തം there. നിൽക്കുക. There is a covenant. വാഗ്ദത്തം നിൽക്കുക. There is a നീ covenant. താഴ്ച പ്രാപിക്കത്തില്ല. You will not be നീ disappointed. നശിച്ചു പോകത്തില്ല. You will not be ഓ, destroyed. ഇന്നത്തെ പ്രതികൂലങ്ങളെ കണ്ട് നീ തല താഴ്ത്തണ്ട. Don't look at your hurdles of today and worry. ഇന്നത്തെ പ്രതികൂലങ്ങളെ കണ്ട് നീ കരയണ്ട. Don't cry at your problems ഇന്നത്തെ today. പ്രതികൂലങ്ങളെ കണ്ടിട്ട് നിരാശപ്പെടണ്ട. Don't be disappointed seeing your വാഗ്ദത്തം situation. നിൽക്കുകയാ. Because there's a covenant. വാഗ്ദത്തം നിൽക്കുകയാ. There is a covenant. ഇവിടെ യോസേപ്പിന്റെ ജീവിതത്തിൽ The life of Joseph. യോസേപ്പ് കടന്നുപോയ വഴിയെ കുറിച്ച് പറയുന്നു. If we look at the way that he took, അവൻ അരുളപ്പാടിനാൽ ശോധന വന്നു. that he was tried by the word. അവന്റെ വചനത്താൽ അവന് ശോധന കഴിപ്പാനിടയായി. That the word kept trying him. എന്നാൽ വചനം പറയുന്നു, The word of God says യഹോവയുടെ വചനം നിവർത്തിയാകുക. that his word came to pass. ആമേൻ. എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും കർത്താവിന്റെ വചനം നിറവേറിയിരിക്കും. Whatever might be your situations, the word of God അവന്റെ will come to അവന്റെ pass. വചനം നിറവേറിയിരിക്കും. Word of God will come to pass. യേശു അയച്ചപ്പോൾ ചോദ്യം ചെയ്യാതെ പോയ 70 പേർ The 70 people who obeyed God without asking a single question. മടങ്ങി വന്നപ്പോൾ അധികാരമുള്ളവരാക്കി അവരെ കർത്താവ് മാറ്റി. When they came back, God pronounced the power upon them. ആമേൻ. രഹസ്യ ജീവിതത്തിൽ വിശ്വസ്തരായിരുന്നവരെ The ones who were faithful in their secret life, പരസ്യമായിട്ട് അധികാരികളാക്കി മാറ്റി. God made them a public spectacle by giving them power. യോസേപ്പിന്റെ ജീവിതത്തിൽ In the life of Jesus, അവൻ Joseph, പ്രതികൂലങ്ങളിൽ കൂടെ യോസേപ്പ് പോയപ്പോഴും when Joseph went through troublesome ഒരു times, പ്രതികൂലത്തിന്റെ നടുവിൽ അവൻ സാഹചര്യങ്ങളെ നോക്കി തലകുനിച്ചില്ല. he did not look at any of those situations അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയില്ല. and be disappointed. അവൻ പിറുപിറുത്തില്ല. He didn't complain. അവൻ ഹല്ലേലൂയ പാപത്തിന് വഴി മുമ്പിൽ വന്നപ്പോ When the opportune time for sin came, ഹല്ലേലൂയ യോസേപ്പ് പറഞ്ഞൊരു കാര്യം, this is what Joseph said. ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? How will I sin against God? അവൻ ചിന്തിച്ചൊരു കാര്യം ഇതാണ്, This is what he thought, ഈ സാഹചര്യം അവന് നന്മയായി മാറും. that this situation will become good for him. ഈ പാപം കുറച്ചൊക്കെ അവന്റെ ജീവിത സാഹചര്യങ്ങളെ നന്മയുള്ളതാക്കി തീർക്കും. If he had sinned, it would have made life easier for him. അവൻ അവനെ കുറിച്ച് പോലും ചിന്തിച്ചില്ല. But he did not even think അവൻ about പറഞ്ഞു, എനിക്ക് എന്റെ himself. കർത്താവിനെ വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, He said, എന്റെ കർത്താവിനെ മുറിപ്പെടുത്താൻ കഴിയത്തില്ല. I cannot hurt my God. രഹസ്യ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നവനെ He was faithful in a secret അവൻ life. അവന്റെ ജീവിതത്തിനകത്ത് ദൈവജനത്തിൽ നമ്മൾ കാണുന്നു, അവനെ പരസ്യമായി രാജാവ് ഉയർത്തി. That we see that publicly the king of that land raised him. ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. God is going to raise you. നിന്റെ ജീവിതത്തിനകത്തുള്ള പാടുകളെ മനസ്സിലാക്കി, having a close look at your life, നിന്റെ രഹസ്യ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ മനസ്സിലാക്കി, understanding every situation that you're അതിന്റെ facing in മേൽ your ജയം life. വ്യാപരിക്കുന്ന ഒരു ശക്തി, There is a power that is going to come into അതിന്റെ your മേൽ നിന്നെ life. ഉയർത്തുന്ന ഒരു ശക്തി, A power that will take you above that. അതിന്റെ മേൽ നിന്റെ നിലയെ മാറ്റുന്ന ഒരു ശക്തി A power that will change ഈ your ദിവസങ്ങളിൽ situation. ക്രിസ്തുവിൽ നിന്ന് വ്യാപരിക്കാൻ പോവുകയാണ്. And these days that power is going to touch you. നിന്റെ ജീവിതത്തിന് മേൽ വ്യാപരിക്കാൻ It is പോവുകയാണ്. going to come into your life. ആമേൻ. മരുഭൂമിയിൽ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നു. In the desert, the devil Satan came to Jesus. യേശുവും പിശാചും മാത്രം. Only Satan and Jesus. പിശാച് പറഞ്ഞു, Satan said, എന്നെ കാലേ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാം. fall at my feet and worship me, and I will give you ഒരു all these things. കോംപ്രമൈസ് വേണേ ചെയ്യാം. It's an opportune time for a compromise. രഹസ്യമാണ്, It's in the secret. വേറെ ആരും അറിയുന്നില്ല. Nobody else is seeing it. പക്ഷേ എന്റെ യേശു But my Jesus, രഹസ്യ ജീവിതത്തിൽ in his secret life, പിശാചിനെ പരാജയപ്പെടുത്തി. he defeated Satan. രഹസ്യ ജീവിതത്തിൽ യേശു പിശാചിനെ പരാജയപ്പെടുത്തിയപ്പോ In his secret life, when he defeated Satan, പരസ്യമായിട്ട് പിശാച് യേശുവിന് കീഴ്പ്പെടാൻ തുടങ്ങി. publicly Satan started obeying him. ഇന്ന് നിന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ രഹസ്യമായിരിക്കാം. Probably you have the secret
trouble and sin. നിന്റെ പെയിൻ രഹസ്യമായിരിക്കാം, Probably your pain is very നിന്റെ secret. ആവശ്യങ്ങൾ രഹസ്യമായിരിക്കാം, Probably your needs are നീ secret. കടന്നു പോകുന്ന വഴികൾ രഹസ്യമായിരിക്കാം. Probably your situations എന്നാൽ are അവിടെ secret. ദൈവത്തോടുള്ള ഉറപ്പ് വിശ്വസ്തയെ മുറുകെ പിടിക്കുമെങ്കിൽ, But if you will be faithful to God, അവിടെ നിന്റെ വിശ്വസത മുറുകെ പിടിക്കുമെങ്കിൽ, if you will be faithful to നിന്റെ God, വിശ്വാസ ജീവിതത്തിൽ ഹല്ലേലൂയ നീ നിരാശപ്പെടാതെ കർത്താവിന്റെ ബന്ധത്തെ മുറുകെ പിടിക്കുമെങ്കിൽ, if in your Christian life you will hold on to Jesus and you will not be disappointed. രഹസ്യ ജീവിതത്തിൽ നീ കർത്താവിന്റെ ബന്ധം നിലനിർത്തുമെങ്കിൽ, If in your secret, in the secret place, പരസ്യമായി ദൈവം നിന്നെ മാനിച്ചിരിക്കും. if in the secret place പരസ്യമായി ദൈവം നിന്നെ മാനിച്ചിരിക്കും. He will publicly honor നിന്റെ you ഞെരുക്കങ്ങൾ അവൻ അറിയുന്നവനാ, because He knows your നിന്റെ situation. ഭാരങ്ങൾ അവൻ അറിയുന്നവനാ, He knows your trouble. നിന്റെ സിറ്റുവേഷൻ അവൻ അറിയുന്നവനാ. He knows your situation. ഈ ദിവസങ്ങൾ നീ ഒരുങ്ങിക്കോ. I want you to be prepared. സമാധാനത്തിന്റെ ദൈവം, The God of peace, സമാധാനത്തിന്റെ ദൈവം the God of peace, നിന്റെ ഹൃദയത്തിൽ സമാധാനം തരുവാൻ He will give you peace in your നിന്റെ heart. അകത്തൊരു അധികാരത്തെ അവൻ വെച്ചിട്ടുണ്ട്. There's a power that He has kept ആ for you. അധികാരം നിന്നെ മാറ്റുന്നത് എങ്ങനെയാണെന്നറിയാമോ? You know how that power will change you? നിന്നെ മക്കളാക്കി മാറ്റും, That power will make you children, മകനാക്കി മാറ്റും. make you a son. നിന്റെ അകത്തെ അധികാരത്തെ ഉപയോഗിക്കണം, Use the power that is inside of you. അകത്തുള്ള ദൈവശക്തിയെ ഉപയോഗിക്കണം. Use the power of God that is inside of you. ഹല്ലേലൂയ. Hallelujah. എഫേസ്യ ലേഖനം Ephesians അതിന്റെ 5-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, അതിന്റെ 12, 13, 14 വാക്യങ്ങളെ വായിക്കാം. 5 verses 12 and 13. For it is a shame even to speak of those things which are done of them in secret. But all things that are reproved are made manifest by the light. For whatever does make manifest is light. അവർ ഗൂഢമായി ചെയ്യുന്നത് മറവാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അടുത്ത വാക്യം. ഉറങ്ങുന്നവരെ ഉണർന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഇവിടെ വചനം പറയുന്നു, ഹല്ലേലൂയ, പാപം ചെയ്യുന്നവർ അത് പുറത്തു പോലും പറയാൻ കൊള്ളത്തില്ല. Here the word of God says that when you commit sin, it cannot even be spoken in the എന്നാൽ വചനം പറയുന്നു അതിനെ ശാസിക്കത്ര വേണ്ടത്. But the word of God says that you need to stand against it. അതിനെ റിബ്യൂക്ക്, അതിനെ ശാസിക്കണം. That you have to rebuke it. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിരാശ കൊണ്ടുവരുന്നത് രഹസ്യമായി പിശാചാ. In your life, disappointment Satan brings very secretly. അതിനെ ശാസിക്കണം. You need to rebuke it. നിന്റെ ജീവിതത്തിനകത്ത് രോഗം കൊണ്ടുവരുന്നത് പിശാചിന്റെ അധികാരമാണ്. Every sickness that comes in your life is from Satan. വചനം പറയുന്നു അതിനെ ശാസിക്കണം. The word of God says rebuke it. അതിനെ ശാസിക്കുമ്പോൾ When you rebuke it, അതിനെക്കുറിച്ച് ബോധം വരും. you will come to understand about it. അത് വെളിച്ചത്തിൽ വരും. And it will come to light. അത് നിങ്ങൾ അതിനെ ശാസിക്കാൻ തുടങ്ങുമ്പോ When you start rebuking അതിനെ it, ശക്തികൾ തകരാൻ തുടങ്ങും. every power of that, നിന്നെ എഴുന്നേൽപ്പിക്കാതെ വണ്ണം വാദിക്കുന്ന ശക്തികൾ the power that keeps you from getting up, നീ ശാസിക്കുമ്പോൾ ഓടാൻ തുടങ്ങും. when you rebuke it, it will run away. റോമാലേഖനം 8-26 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, Romans 8 and verse 26 says, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുറന്നിരിക്കുന്നു. വെളിച്ചം പോലെ പ്രാർത്ഥിക്കുക. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത്. മതി. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത്. likewise the Spirit also helps our infirmities, for we know not what we should pray for. ഇവിടെ വചനത്തിൽ പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കണം. So the word of God says we should pray for what we should pray for. പ്രതികൂലങ്ങളെ കാണുമ്പോ When we see hurdles, അവിടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വേണ്ടും പോലെ പ്രാർത്ഥിക്കണം. there we need to pray the way we have to pray. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓരോ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കണം. You have to pray the way you have to pray for certain things. പിശാച് നിങ്ങൾക്കെതിരെ എഴുന്നേൽക്കുമ്പോൾ When Satan stand against, വേണ്ടും പോലെ പ്രാർത്ഥിക്കണം. you have to pray the way you need to pray. അധികാരത്തോടെ പ്രാർത്ഥിക്കണം. You need to pray in power. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയോടെ പ്രാർത്ഥിക്കണം. You need to pray using the power നിങ്ങളുടെ that is അകത്തുള്ള inside you. അഭിഷേകത്തോടെ പ്രാർത്ഥിക്കണം. You have to pray in the anointing ഇന്ന് that is inside പ്രതികൂലങ്ങളുടെ of മുമ്പിൽ you. കരയാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. God has not called you to cry before your വേണ്ടും പോലെ problems, പ്രാർത്ഥിക്കാൻ. but you've been called to pray the way you ആ should pray. പിശാചിന്റെ അധികാരത്തെ ശാസിച്ച് പ്രാർത്ഥിക്കാൻ. You have to rebuke the Satan and pray ആമേൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കുറിച്ച്, about children, ജീവിതത്തെ കുറിച്ച്, about life, ആമേൻ, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ചിലരെ കുറിച്ച് those people who are troubling നിങ്ങൾക്ക് you. വ്യക്തിപരമായി ചിലത് പറയാനുണ്ട്. You have something very personal to നിങ്ങൾ say. അത് പറയും തോറും വിഷയം വലുതാകും. As you keep talking about it, the subject will become bigger. എന്നാൽ അതിന് പുറകിൽ മറഞ്ഞിരിക്കുന്ന അശുദ്ധാത്മാവിനെ നീ ശാസിക്കാൻ തുടങ്ങുമ്പോ But if you will rebuke the Satan that is working around അതിന് it, ബോധം വരും.
it will come to understand. അത് വെളിച്ചത്തിലേക്ക് വരും. It will come to light. അത് നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. Won't be able to stand before you. അതിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. It will not be able to destroy you. അതിന് നിനക്കെതിരെ നിൽക്കാൻ കഴിയത്തില്ല. It will not be able to stand അതുകൊണ്ട് before you. എഫേസ്യ ലേഖനം 5:14 പറയുന്നു, And likewise in Ephesians 5:14 ഉറങ്ങുന്നവരെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം. why he said, awake you that sleep and arise from the dead. ഇവിടെ വചനം പറയുന്നു ഉറങ്ങുന്നവരെ. It calls about those who are sleeping. ഉറങ്ങുന്നവരെ കുറിച്ച് പറയുന്നു മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം. It talks about those who are sleeping to awake from the dead. അതിന്റെ അർത്ഥം ഇതാണ്, This is what that means. ആത്മീയമായ ഉറക്കം A spiritual sleep അത് മരണത്തിന് സമമാണ്. is as good as being dead. ആമേൻ. ജീവിത വിഷയങ്ങളെ ആമേൻ ഉറക്കിക്കൊണ്ട് കാണുക. You know, in your life issues, you are in a sleep. വരുന്ന പോലെ വരട്ടെ എന്ന് ചിന്തിക്കുക. You are saying, let it come. അത് ആകുന്ന പോലെ ആകട്ടെ എന്ന് ചിന്തിക്കുക. Let it become what it becomes. അതും ആത്മീക മരണത്തെ കാണിക്കുന്നതാണ്. That refers to a spiritual എന്നാൽ death. ദൈവവചനം പറയുന്നു ഉറങ്ങുന്നവരെ. But the word of God says, മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം. arise from the dead. മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കാം. Arise from the dead. നിന്റെ അകത്തൊരു anointing ഇരിപ്പുണ്ട്. Because there's an anointing നിന്റെ inside അകത്തൊരു of you. അഭിഷേകം ഇരിപ്പുണ്ട്. There is an anointing നീ inside of you. മരിച്ചവരുടെ ഇടയിൽ കിടക്കേണ്ടവനല്ല. You're not meant to be among the dead. നിന്റെ അഭിഷേകം എന്താണെന്നറിയാമോ? You know what is your anointing? കർത്താവിന്റെ ശബ്ദം കേട്ടാൽ When you hear the voice of നിന്റെ God, കയ്യിലെ മരിച്ചതുപോലും ജീവിക്കും. even what is dead in your hands should live. നീ ദൈവശബ്ദത്തെ അനുസരിക്കുന്നെങ്കിൽ If you will obey God, മരിച്ചതുപോലും ജീവിക്കും. what is dead will awake. അതെങ്ങനെയാ പറയാൻ കഴിയുന്നത്? How can you say that? മോശയോട് ദൈവം പറഞ്ഞു, To Moses, God മോശെ said, എന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് before you come to നിന്റെ me, ചെരുപ്പുകളെ ഊരിക്കളയുക. remove your sandals. മോശ സന്തോഷമായിട്ട് അത് ചെയ്തു. Moses did that gladly. അവൻ അത് കളഞ്ഞിട്ട് യേശുവേ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നു. He removed his sandals and came to God. അടുത്തു വന്ന മോശയോട് ദൈവം പറഞ്ഞു, And to Moses who came near him, God said, ചെരുപ്പൂരി കളയുക എന്ന് പറഞ്ഞ പോലെ തന്നെ just like he said, remove your ദൈവം sandals. പറഞ്ഞു നിന്റെ വടിയെ കളയുക. And he said, throw your stick. അവന്റെ കയ്യിലുള്ള വടി ഉണങ്ങിയ വടിയാ. Because his stick was not a strong എന്നാൽ one. ദൈവശബ്ദം കേട്ടത് താഴെയിട്ടപ്പോ But when he obeyed the voice of God, and he ഉണങ്ങിയ came down, വടി, the not so strong, ജീവനില്ലാത്ത വടി, the dead stick, ഷേപ്പ് ഇല്ലാത്ത വടി the shapeless stick ജീവനുള്ള പാമ്പായിട്ട് മാറി. became an alive ആമേൻ. snake. നിന്റെ ജീവിതത്തിലേക്ക് മരിച്ചു പോയത് പോലും, Whatever, even those that are dead in your heart, ചീഞ്ഞു പോയത് പോലും, what is that? What that is? തീർന്നു പോയത് പോലും That is decay. നീ ദൈവശബ്ദത്തിന് കേട്ട് If you will obey God അത് അവന്റെ വചനത്തിനനുസരിച്ച് ചെയ്യാൻ റെഡിയാണെങ്കിൽ and you will subject it to the word of God, ഉണങ്ങിയ വടിയിൽ ജീവനുള്ളവാക്കാൻ the dry stick can become live. ആമേൻ. ചീഞ്ഞഴുകിയ കല്ലറയ്ക്കകത്തുനിന്ന് ജീവനെ കൊണ്ടുവരാൻ From inside the tomb that is decayed, എന്റെ there will be കർത്താവിന് life. കഴിയും. My Jesus can. ഉണങ്ങിയ കല്ലറകൾ തുറക്കട്ടെ. Let every tomb open. അടഞ്ഞ കല്ലറകൾ തുറക്കട്ടെ. Let every closed tomb അടഞ്ഞ open. കല്ലറകൾ തുറക്കട്ടെ. Let every closed tomb open. അഭിഷിക്തന്റെ കയ്യിലിരിക്കുന്ന ഉണങ്ങിയ വടികൾ ജീവൻ പ്രാപിക്കട്ടെ. Let the stick that is there in the hand of the ഉണങ്ങിയതിന് ജീവൻ anointed, പ്രാപിക്കട്ടെ. let the stick that is there in the hand of the anointed become നഷ്ടപ്പെട്ടത് life. മടങ്ങി വരട്ടെ. What is lost, let it come back. തീർന്നു പോയത് റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. What is finished, let it be restored. ഇടിഞ്ഞു പോയത് വീണ്ടും പണിയപ്പെടട്ടെ. What is broken, let it be built. ഓ തകർന്നത് വീണ്ടും പണിയപ്പെടട്ടെ. What is broken, let it be built. മരിച്ചത് വീണ്ടും ജീവൻ പ്രാപിക്കട്ടെ. What is dead, let it come back to ഓ life. വിച്ഛേദിക്കപ്പെട്ടത് വീണ്ടും റീകണക്ട് ചെയ്യപ്പെടട്ടെ. What is thrown away, let it come back. അഭിഷിക്തന്റെ കയ്യിലിരിക്കുന്ന ഉണങ്ങിയ വടി The stick that is in the hand of the ദൈവ anointed, ശബ്ദത്തിന് മുമ്പിൽ before the voice of അത് God, ജീവനുള്ളതായിട്ട് മാറി. it became life. ഇത് ഉണങ്ങിയ നിന്റെ ജീവിതം, Today your dried up, തകർന്ന നിന്റെ ജീവിതം your broken life, ദൈവത്തിന്റെ അടയാളമായിട്ട് it will become a sign of God. അതിന്റെ അർത്ഥം ഇതാണ്. This is what it means. മോശ ചോദിച്ചൊരു കാര്യം ഇതാണ്, This is what Moses അവർ said. വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? What will I do if they don't believe? വിശ്വസിച്ചില്ലെങ്കിൽ ഇത് ചെയ്താ മതി. You just do this if they don't believe. വിശ്വസിച്ചില്ലെങ്കിൽ ദൈവവചനത്തിന് കീഴ്പ്പെട്ടാ മതി. If they don't believe, you just do this. മറ്റുള്ളവർ നിന്നെ സംശയിക്കുമ്പോ, When people don't believe ഓ you, നിന്റെ തകർച്ചയുടെ മുമ്പിൽ ഹല്ലേലൂയ ആമേൻ, നിന്റെ ബിസിനസ്സിലോ നിന്റെ ജീവിതത്തിലോ നീ തകർന്നു നിൽക്കുമ്പോ, when you are not doing great and ആരും നിന്നെ നോക്കി ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, if the people don't see you and believe God, നിന്റെ കയ്യിലുള്ളതിനെ ഇട്ടുകൊടുക്കുക. just throw what you have. കർത്താവ് പറയുന്ന പോലെ വിട്ടുകൊടുക്കുക. Just leave it in the hand. കർത്താവ് പറയുന്ന പോലെ വിട്ടുകൊടുക്കുക. Just obey God and leave it. ഉണങ്ങിയ വടിയില്, The dried up stick, ഉണങ്ങിയ വടിയില് the dried up stick, തന്റെ അത്ഭുതം പ്രവർത്തിപ്പാനായിട്ട്
in order to work God's തന്റെ miracle, അത്ഭുതം വെളിപ്പെടുത്താനായിട്ട് in order to reveal എന്റെ God's കർത്താവ് power. മതിയായവനാ. My God is more എന്റെ than able. കർത്താവ് മതിയായവനാ. My God is more than able. അടിമ ചങ്ങലയിൽ കിടക്കുന്ന യോസഫിനെ, Joseph, who was in chains, അവൻ തകർന്ന യോസഫിനെ, destroyed and disappointed Joseph. ചിന്തിക്കപ്പെട്ട യോസഫിനെ Joseph, who's been set aside, എവിടെയാണോ തകർന്നത് wherever he was, ആ ദേശത്ത് തന്നെ in that same land, എന്റെ കർത്താവ് മാനിച്ചു. my God honored him. സാഹചര്യങ്ങൾ എതിരാണ്, Every situation was but against promise, the promise. പക്ഷെ promise, പക്ഷെ വാഗ്ദത്തം അവനെ നിൽപ്പുണ്ട്. The promise was there. വാഗ്ദത്തം അവനെ നിൽപ്പുണ്ട്. The promise was ഇന്ന് there. നിങ്ങളുടെ ജീവിതത്തിനകത്ത് Today in your life, തകർന്നുപോയ വിശ്വാസത്തിന്റെ അവസ്ഥകൾ, if you're sitting, if തകർന്നുപോയ ബിസിനസിന്റെ മണ്ഡലങ്ങൾ, your business that is not doing well, തകർന്നുപോയ ബന്ധങ്ങൾ, your relationships, തകർന്നുപോയ സാഹചര്യങ്ങൾ situations, ഇന്ന് പൊടിതട്ടി കളഞ്ഞിട്ട് പറ, dust them up today. ഞാൻ സാഹചര്യങ്ങൾ നോക്കുന്നില്ല, That I don't look at my എനിക്കൊരു situation, വാഗ്ദത്തമുണ്ട്. because there's a promise. എല്ലാവരും പറ, എനിക്കൊരു വാഗ്ദത്തമുണ്ട്, Say this, I have a എനിക്കൊരു promise. വാഗ്ദത്തമുണ്ട്, I have a promise. എനിക്കൊരു വാഗ്ദത്തമുണ്ട്, I have a promise. എനിക്കൊരു വാഗ്ദത്തമുണ്ട്. I have a promise. അതെന്റെ ജീവിതത്തിൽ നിറവേറും. And it will come to pass in my life. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. Praise the Lord. Hallelujah. Praise the Lord. Amen. Praise the Lord. Hallelujah. ദൈവവചനം പറയുന്നു, hallelujah, amen, hallelujah, സമാധാനത്തിന്റെ ദൈവം. The word of God says the God of peace. ദൈവം നിങ്ങളുടെ ഉള്ളിൽ സമാധാനത്തെ തരും. That he will give you peace. പിശാച് തകരുന്നതിന് മുമ്പ് Before Satan is നിങ്ങളുടെ defeated, ഉള്ളിൽ വലിയ സ്വസ്ഥത കർത്താവ് തരും. there will be a great peace within you. പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ഒരുപക്ഷെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണമെന്നില്ല. As a result of your prayer, probably there will be no miracle. സാഹചര്യങ്ങൾ മാറണമെന്നില്ല. Probably no പക്ഷെ situation. നിങ്ങളുടെ അകത്തൊരു ചേഞ്ച് ഉണ്ടാകും. But inside of you there will അകത്ത് be വലിയൊരു സ്വസ്ഥത ഉണ്ടാകും. a great peace അത് inside. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ അടയാളമാണ്. That is a sign of ആ God's സ്വസ്ഥത നിന്റെ അകത്ത് വരുന്നെങ്കിൽ നീ ചിന്തിച്ചോണം, If that peace is inside of you, ഓ you know this. എന്തോ അത്ഭുതകരമേറിയത് എന്റെ മുമ്പിൽ നടക്കാൻ പോവാ, Something great is happening. അത്ഭുതമേറിയത് നടക്കാൻ പോവാ, Something great is going to happen. അത്ഭുതമേറിയത് നടക്കാൻ പോവാ. Something great is going to happen. വചനം എങ്ങനെ എഴുതിയിരിക്കുന്നു? This is what the word of God says. വേഗത്തിൽ, In a hurry, വേഗത്തിൽ quickly, സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. that he will bring Satan under your feet. നിന്റെ സമാധാനത്തിൽ തടസ്സമായി നിൽക്കുന്ന എന്ത് ശക്തിയാവട്ടെ, Whatever is obstructing your peace from coming to you. കർത്താവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. This is what God does. നിങ്ങളുടെ കാൽ കീഴിൽ, He will bring him before your feet, നിങ്ങളുടെ കാൽ കീഴിൽ under your feet. അവനെ തകർത്ത് കളയും. He will break you. അവനെ തകർത്ത് കളയും. He will break Satan. അവനെ തകർത്ത് കളയും. Will destroy Satan. നിങ്ങളുടെ അകത്ത് സമാധാനം ഉണ്ടാകുമ്പോ And when there's peace inside നിങ്ങൾ of you, ചിന്തിച്ചോണം, നിങ്ങൾ ചിന്തിച്ചോണം, I want you to know this. പിശാച് തകർന്ന് തുടങ്ങി, That his destruction is പിശാച് begun. തകർന്ന് തുടങ്ങി. His destruction is begun. ഇന്നലെ വരെ ഇല്ലാത്തൊരു ദർശനം നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? Can you see a vision that was not there until yesterday? ഇന്നലെ വരെ ഇല്ലാത്ത സ്വസ്ഥതയോട് നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? Can you pray with a peace that was not there until yesterday? ഇന്നലെ വരെ ഇല്ലാത്ത സമാധാനത്തോടെ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ടോ? Can you handle things with a peace നിന്റെ that was കാലുകൾ not? പിശാച് തകരാൻ പോവാ. Because he's going to be നിന്റെ കാലുകൾ പിശാച് തകരാൻ പോവാ. he's going to be under your നിന്റെ feet. കാലുകൾ പിശാച് തകരാൻ പോവാ. He's going to be ഓ destroyed. രാശാന്തരബലര. ഇന്ന് പകലത് വിശ്വസിക്കുക. അതേറ്റു പറ, And say that. അതേറ്റു പറ. Say this. എനിക്കൊരു വാഗ്ദത്തമുണ്ട്, I have a promise. എനിക്കൊരു വാഗ്ദത്തമുണ്ട്, have a promise. എനിക്കൊരു വാഗ്ദത്തമുണ്ട്, I have a promise. എനിക്കൊരു വാഗ്ദത്തമുണ്ട്. I have a promise. ആമേൻ. ഉണങ്ങിയ ആ വടിക്കഷണത്തെ That broken piece of stone, ജീവനുള്ളതാക്കി മാറ്റിയ പോലെ when he made it alive, ചീഞ്ഞഴുകിയ ശരീരത്തെ with a decayed ജീവിക്കുന്ന body, ശരീരമായി മാറ്റിയ പോലെ when he made it alive, എന്റെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന ചിലതിനെ those things that are destroyed in my കർത്താവ് life, വീണ്ടും പണിതെടുക്കാൻ പോവാ. he's going to build them up. കർത്താവ് വീണ്ടും പണിതെടുക്കാൻ പോവാ. He's going to build them up. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും All your തന്റെ ധനത്തിനൊത്തവണ്ണം into his riches, മഹത്വത്തോടെ in glory, പൂർണ്ണമായിട്ട് completely. ക്രിസ്തുയേശുവിൽ തീർത്ത് തരും. അവൻ He will do it for you. തീർത്ത് തരും, He will do it. തീർത്ത് തരും. He will complete it. മോശ വളർന്നത് Moses grew up. പേടിച്ചല്ല. He did not grow up in fear. മോശ ഹല്ലേലൂയ ജീവിച്ചത് ഭയമല്ല. He did not live in fear. ആരെയാണോ പേടിക്കേണ്ടത്, Whomever he had to fear, ആരെയാണോ ഭയപ്പെടേണ്ടത്, whomever he had to fear. അയാളുടെ വീട്ടിൽ തന്നെയാ മോശ വളർന്നേ. Moses grew up in that man's house. അയാളുടെ ചെലവിൽ തന്നെയാ വളർന്നേ. He grew up under that man's care. അവൻ യഹൂദന്മാരുടെ ആൺകുഞ്ഞുങ്ങൾ വളരുമ്പോ പേടിക്കണത് ഹല്ലേലൂയ ഫറവോനെയാ.
You know, when the Hebrew children, as they grew up, they had to be in fear of the Pharaoh. എന്നാൽ അതേ മോശ വളർന്നത് അതേ ഫറവോന്റെ വീട്ടിലാ. But this Hebrew called Moses, he grew up in the house of the അതേ Pharaoh. ഫറവോന്റെ വീട്ടിൽ നാം ഭക്ഷണം കഴിച്ച്, He had food from the Pharaoh's table. അതേ ഫറവോന്റെ വീട്ടിൽ നാം നല്ല വസ്ത്രം കിട്ടിയത്. He was taken care of from the home of the Pharaoh. നിനക്കെതിരെ സാഹചര്യങ്ങൾ നിൽക്കുകയാണോ? Are these situations ആ against you? സിറ്റുവേഷൻ തന്നെ നിനക്ക് അനുകൂലമായിട്ട് കർത്താവ് മാറ്റാൻ പോവാ. Same situation will become in favor of you. നിനക്കെതിരെ നിയമം എഴുതി അതേ കൈ നിനക്ക് അനുകൂലമായി മാറാൻ പോവാ. The same hand that wrote you off will become in favor of you. നിനക്കെതിരെ കൽപ്പന പുറപ്പെടുവിച്ച അതേ നാവ് നിനക്ക് അനുകൂലമായി മാറാൻ പോവാ. Those words that were spoken about you, that same tongue will become in favor of you. അതിവേഗത്തിൽ ചതച്ചു കളയും. He will bruise അതിവേഗത്തിൽ ചതച്ചു കളയും. He will bruise Satan shortly. ഇന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? How many of you can believe? എന്റെ കാൽ കീഴിൽ Under my feet, എന്റെ ദൈവം my God ശത്രുവിനെ തകർക്കാൻ പോവാ. will defeat Satan. എന്നെ ഉപയോഗിച്ചുകൊണ്ട്, He will use me for എന്റെ that. നാവിനെ ഉപയോഗിച്ച്, He will use my tongue. എന്റെ ബുദ്ധി ഉപയോഗിച്ച്, Use my wisdom. എന്റെ കരങ്ങളെ ഉപയോഗിച്ച്, Use my hands. എന്റെ കാൽ ഉപയോഗിച്ച് He will use my feet. ശത്രുവിനെ കർത്താവ് തകർക്കാൻ പോവാ. He will defeat Satan. എന്നെ കർത്താവ് അതിനായിട്ട് ഉപയോഗിക്കാൻ പോവാ. He's going to use me for that. എന്റെ പ്രതികൂലം അനുകൂലമായ സാഹചര്യങ്ങളെ കർത്താവ് അതിനായിട്ട് ഉപയോഗിക്കാൻ പോവാ. My situations, whether good or bad, എത്ര God's going പേര് to use. എത്ര പേര് ഇന്ന് പകലത് വിശ്വസിക്കുന്നു? How many of you believe that too? കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ട് Clap your hands and just ഇന്ന് praise പകലത്ത് God. വിശ്വസിച്ചേ. I want you to believe. നിങ്ങൾ അയച്ചു കൊടുത്ത 2000 dirhams അല്ല, It's not about the 2,000 നിങ്ങൾ dirhams. ചെയ്ത ഉടമ്പടിയാണ്. It's about the ഒരു contract. വാഗ്ദത്തം നിലനിൽക്കുന്നു. There is a ഒരു covenant. വാഗ്ദത്തം നിലനിൽക്കുന്നു. There is a ഓ, covenant. എന്റെ മുടക്കനുസരിച്ചല്ല, It's not according to what I pay. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതനുസരിച്ചല്ല, Not my investment. ഞാൻ മുടക്കിയതനുസരിച്ചല്ല, Not my what I അവന്റെ pay. വാഗ്ദത്തത്തിനൊത്തവണ്ണം, It's according to His അവന്റെ promise. വാഗ്ദത്തത്തിനൊത്തവണ്ണം According to His ഇന്ന് promise. അത്ഭുതങ്ങൾ നടക്കട്ടെ. Let the miracle ഇന്ന് happen. സ്ഥിതി മാറട്ടെ, The situation change. സാഹചര്യങ്ങൾ മാറട്ടെ, Every situation കുടുംബത്തിന്റെ സ്ഥിതി മാറട്ടെ, change. The change in the family. കുഞ്ഞുങ്ങളുടെ സ്ഥിതി മാറട്ടെ, Change in our children. ബിസിനസിന്റെ സ്ഥിതി മാറട്ടെ, The business change. ശുശ്രൂഷയുടെ സ്ഥിതി മാറട്ടെ, Situations in our service change. വിദ്യാഭ്യാസത്തിന്റെ സ്ഥിതി മാറട്ടെ, My education system change. സാമ്പത്തിക സ്ഥിതി മാറട്ടെ, Financial situation change. ബന്ധങ്ങളുടെ സ്ഥിതി മാറട്ടെ, Relationships change. പുതിയ വഴികൾ തുറക്കട്ടെ. New ways open up. In the name of Jesus. In the name of Jesus. ഓ റീബാ ശാന്തരബാ. ആമേൻ. അടുത്തിരിക്കുന്ന ആൾ പറ, എനിക്കൊരു വാഗ്ദത്തമുണ്ട്. Tell the person next to you that I have a promise. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. Praise God. Hallelujah. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കരം ഇവിടെ ചലിക്കുമ്പോൾ Today, my beloved, as the hand of God is moving in this place, എല്ലാവരുടെ കണ്ണുകൾ അടയട്ടെ. every eye be closed. നിങ്ങളൊരു കഥ കേട്ടതുപോലെ ഇതിനെ എടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ നിൽക്കും. If you want to take it as a story, it will remain a story. ഇത് നിങ്ങൾ ഹല്ലേലൂയ ഈ മെസ്സേജ് കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. This is the time when we are praying. ഈ സഭയ്ക്കകത്ത് നിൽക്കുന്നവരും Everyone who is in this church ഈ മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരും and those who are seeing us, ഒരുപോലെ ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവാ. we're going to pray for you. ഒരു മിറക്കിൾ ഇപ്പൊ സംഭവിക്കാൻ പോവാ. A miracle is going to happen. സമാധാനത്തിന്റെ ദൈവം That the God of peace, വേഗത്തിൽ in shortly, സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതയ്ക്കാൻ പോവാ. he will bring Satan under your feet. കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന അധികാരമാണ്, This is the authority God is giving. മക്കളാകാനുള്ള അധികാരമാണ്. He's given the authority to become പിശാചിന് children. നിനക്കെതിരെ നിൽക്കാൻ സാധ്യമല്ല. Satan cannot stand against you. പാപത്തിന് നിൽക്കാൻ കഴിയത്തില്ല. Sin cannot stand against you. ശത്രുവിന് നിൽക്കാൻ കഴിയത്തില്ല. The enemy cannot stand ഈവൻ against you. മരണത്തിന് പോലും നിൽക്കാൻ കഴിയത്തില്ല. Not even death can stand കാരണം നീ before you. ദൈവത്തിന്റെ പൈതലാ. Because you are the child of God. ജീവന്റെ അധിപതിയുടെ പൈതലാ. Because you are the child of the ജയാളിയുടെ പൈതലാ. authority of life and of the victory. വിശ്വസിക്കുക. I want you to believe this. വിശ്വസിക്കുക. Believe this. നീ എവിടെയാണെങ്കിലും Wherever you ആ are, സ്ഥലത്ത് നീ എഴുന്നേറ്റ് നിൽക്കുക. just stand up. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. Let us pray together. ഇപ്പോൾ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോവാ. The word of God is നിങ്ങളായിരിക്കുന്ന വീടുകളിൽ, in the house, in your homes, നിങ്ങളായിരിക്കുന്ന ഓഫീസിൽ, in your offices. ഒരുപക്ഷെ നിങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനത്തിൽ Probably you are in your car. ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കാൻ പോവാ. Power of God is going to work. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. തകർന്ന ബന്ധങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. Let every broken relationship, ശരീരത്തിലെ രോഗങ്ങൾ മാറട്ടെ. the sickness move. ആമേൻ. കെട്ടപ്പെട്ട പിശാചിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. Let every time of ശാപങ്ങൾ മാറട്ടെ. let every curse be removed. ജീവിതങ്ങളെ തുടർന്ന് പിടിക്കുന്ന ആമേൻ അന്ധകാര ശക്തികൾ അഴിയട്ടെ. Let every power of darkness be removed. മരണത്തിന്റെ ശക്തികൾ പൊട്ടട്ടെ. Let every power of death, സാത്താന്റെ ശക്തികൾ തകരട്ടെ. let every power of Satan be broken. ക്രിസ്തുവിന്റെ ജീവൻ
വെളിപ്പെടട്ടെ. Let there be the life of In Jesus. the name of Jesus. In the name of Jesus. In the name of Jesus. The name of In the name of Jesus. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കരങ്ങളെ അടിച്ചോ. എല്ലാവരും കരങ്ങളെ അടിച്ച് ഒന്ന് സ്തുതിച്ചാട്ട്. അവൻ യേശുവിന്റെ നാമത്തിൽ ഒന്ന് വിശ്വസിക്ക്. നിങ്ങളുടെ കാൽക്കീഴിൽ യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ അധികാരത്തെ തകർക്കുന്നു. Believe this, believe this, that He is bringing the power of the enemy over ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ലെന്ന് വചനത്തിൽ പറയുന്ന പോലെ യേശുവിന്റെ നാമത്തിൽ ദൈവമക്കൾക്കെതിരെയുള്ള എല്ലാ ആയുധങ്ങളും ശത്രുവിന്റെ എല്ലാ ആയുധങ്ങളും യേശുവിന്റെ നാമത്തിൽ in the name of Jesus യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതലുകൾ സംഭവിക്കുന്നതിനായ സ്തോത്രം. ജീവിതങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. Jesus is touching ജീവിതങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. He is touching our ജീവിതങ്ങളെ lives. കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. He is touching lives. പരാജയങ്ങളെ കർത്താവ് മാറ്റുക. He is changing the അകത്തെ കൺഫ്യൂഷൻസ് കർത്താവ് മാറ്റുക. He is changing the confusion. ബന്ധങ്ങളിലെ തകർച്ചകൾ കർത്താവ് മാറ്റുക. He is building relationships. തകർന്ന കുടുംബങ്ങളെ പണിയുന്ന ദൈവം. He is building those relationships. തകർന്ന ശാരീരിക അവസ്ഥകളെ പണിയുന്നു. He is removing sickness. നിന്റെ തകർന്ന അവസ്ഥകളെ കർത്താവ് റിസ്റ്റോർ ചെയ്യുന്നു. Restoring every broken ഓ soul. യേശുവിന്റെ നാമത്തിൽ അത് പ്രഖ്യാപിക്കുന്നപ്പ. In the name of Jesus we declare. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. In the name of Jesus we pray. ആമേൻ. നമ്മുടെ ഒരു കർത്താവ് നിങ്ങൾക്ക് ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ ഹല്ലേലൂയ ഈ വെബ്സൈറ്റിലൂടെ മറ്റു നമ്മുടെ പ്രോഗ്രാം കണ്ട അനേകരുടെ സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ നമുക്ക് ലഭിക്കാനിടയായി. ഇന്നും ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾ ആവശ്യപ്പെടുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു നിങ്ങൾ വിശ്വസിക്കുക. ഞങ്ങൾ സഭയായിട്ട് നിങ്ങളെ ആ നിലയിൽ അനുഗ്രഹിക്കുന്നു. അനേകരുടെ വിടുതൽ വരുന്ന ദിവസങ്ങൾ അനേക സാക്ഷ്യങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ അനേക സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി. അനേക സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ ആമേൻ. പ്രത്യേകിച്ച് ഇന്ത്യക്കാരായ ആളുകളിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യൻസ് അല്ലാത്ത പലരിൽ നിന്ന് പോലും മറ്റു പുറത്തുള്ള പലരിൽ നിന്ന് പോലും വളരെ അത്ഭുതമേറിയ സാക്ഷ്യങ്ങൾ കേൾക്കാനിടയായി. പ്രിയപ്പെട്ട ഒരു കർത്താവ് ദിവസങ്ങൾ വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. Praise God. These Hallelujah. days we were hearing great testimonies about the message and how these messages have been touching the lives. Especially we want to speak to those who are seeing a message on the internet. May God touch your lives, and please come back to us with your testimonies. May God's miracle happen in your lives. Amen.